അങ്ങനെ ഒരു പുതിയ ദിവസം കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഭയങ്കര പൊടിയും കാറ്റുമാണ്. അപ്പം നമുക്ക് കതവ് ഇങ്ങനെ തുറന്നിടാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചൊന്ന് തുറന്നിട്ടിട്ട് പിന്നെ അങ്ങ് അടയ്ക്കും, അല്ലെങ്കിൽ പൊടിയെല്ലാം അകത്ത് കയറി ഈ കാറ്റത്ത്. അങ്കിതിൻ്റെ ടിഫിനിലേക്ക് ഇന്നൊരു സിമ്പിൾ ഇന്ത്യൻ സ്റ്റൈൽ സാൻഡ്വിച്ച് ആട്ടോ. അതിനായിട്ട് എണ്ണ വെച്ചു സവാളയും തക്കാളിയും വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു പീസ് ബ്രെഡിലേക്ക് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്ത പീസ് വെച്ചൊന്ന് അടച്ചു കൊടുത്തു. അതുപോലെ 2 പീസിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെല്ലെ ഒന്ന് അടച്ചു കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇനി ഒരു തവയിലേക്ക് നെയ്യ് തേച്ച് കൊടുക്കുക. ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേൾ പീസ് ഉണ്ടല്ലോ, അതിലേക്ക് വീണ്ടും നെയ്യ് ഒന്ന് തടവിട്ട് തിരിച്ചിട്ടിട്ട് മൊരിച്ചെടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈല് ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ട് കൊടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡിലല്ല, നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബ്രൗൺ ബ്രെഡിലാണ് ഞാൻ ഇത് ചെയ്തെടുത്താൽ കേട്ടോ. നമ്മുടെ സാൻഡ്വിച്ച് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അത് അലൂമിനിയം ഫോയിലിൽ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. വലിയ പാത്രത്തിലാണ് ഞാൻ ഇന്ന് വെച്ച് കൊടുക്കുന്നത്, കാരണം പീസ് ചെയ്യേണ്ട കാര്യമില്ല. അവൻ അല്ലാതെ കഴിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ പീസൊന്നും ചെയ്ത് വെക്കുന്നില്ല. പിന്നെ ഫ്രൂട്ട്സ് ബ്രേക്കിന് കുറച്ച് ബദാമും കൂടെ ഇട്ട് എല്ലാം അടുത്തടുത്ത് തന്നെ വെച്ച് കൊടുത്തു, ഇല്ലെങ്കിൽ അവൻ മറന്നു പോകും. അവൻ പെട്ടെന്ന് റെഡി ആവുക. ഇപ്പോൾ സ്കൂളിൽ ഒരു അരമണിക്കൂർ കൂടെ നീട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ 6:45 പോകുന്നത് ഇപ്പോൾ 7:15 വണ്ടി വരത്തേ ഉള്ളൂ കേട്ടോ. എന്തോ അവർ അരമണിക്കൂർ കൂടെ നീട്ടി തന്നു. താഴെ മുഴുവൻ വേപ്പിൻ്റെ പൂവ. അതിങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ കിരിക്കിരി ശബ്ദം കേൾക്കുന്നതേ അങ്ങ് അതിൽ കളിച്ച് പോവുക. അവനിതൊക്കെ ഒരു രസമാണ്. എനിക്കാണെങ്കിൽ ഇത് നല്ല അലർജിയാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോലെ പോകത്തില്ല. ഞാൻ മാറിയാ പോകുന്നത് ഈ വേപ്പിൻ്റെ പൂവിൻ്റെ. അത് താഴെയൊക്കെ നിൽപ്പണ്ടേ, നമ്മൾ നടക്കുമ്പോൾ തലയിൽ തട്ടും. ഞാൻ അത് കാരണം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിഞ്ഞാ പോകുന്നത്. അങ്ങ് പോയി കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നോർമലായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുകയാണ്. പിന്നെ ചായ ഇട്ടിട്ടില്ല. എനിക്കിൻ്റെ അക്കയ്ക്കുള്ള ചായയുടെ വെള്ളം വെച്ചു. പിന്നെ വെള്ളം കുപ്പിയിലൊക്കെ ഒന്ന് കഴുകി പിടിച്ചു വെക്കുകയാണ്. കുറച്ച് അരി ഉഴുന്ന് ആട്ടി വെക്കാനായിട്ട് ഞാൻ രാത്രിയിൽ അരി ഉഴുന്ന് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചൂടായതുകൊണ്ട് നമുക്ക് ശരിക്കും രാത്രിയിൽ മസാല ഒരുപാടുള്ള കറിയെ കാട്ടിയും ഇഡ്ഡലി ദോശയൊക്കെ ആകുമ്പോൾ കുറച്ച് സുഖമായിട്ട് കിടക്കാൻ പറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും വയറിനൊക്കെ നല്ലൊരു ഫീലിംഗ്, അല്ലെങ്കിൽ നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ വരും ഒരുപാട് മസാലയൊക്കെ കഴിച്ചാൽ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ആട്ടി വെക്കുന്നുണ്ട്. രാത്രി നന്നായിട്ട് പൊങ്ങും. കുറച്ച് ഇഡ്ഡലിയും ചട്നിയും കാണും ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ചായ കിട്ടിയിട്ട് കുറച്ച് മഖാന എടുത്ത് റോസ്റ്റ് ചെയ്യാൻ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മഖാന എന്ന് പറയുന്നത് നമ്മുടെ ഫോക്സ് നട്ട്സ് ആണ്, ലോട്ടസ് സീഡ്. ഇവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആയി നോർത്ത് ഇന്ത്യയിൽ. അത് വാങ്ങുമ്പോൾ തെർമോക്കോൾ ഇങ്ങനെ പിതുങ്ങത്തില്ലേ, അതുപോലെ ഇരിക്കും. ഒരു കടായിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി, ഒന്ന് ചൂടാക്കണം. അപ്പോൾ ചെറുതായിട്ട് പൊട്ടി നമ്മുടെ കയ്യിൽ ഒരുമിച്ച് ക്രിസ്പി ആവും. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ പൊട്ടി കിട്ടും കേട്ടോ. ഇത് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ പോപ്കോൺ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. രാത്രി ഈ സമയം കണ്ട് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. അങ്ങനെ രാവിലത്തെ സ്കൂളിലെ ഓഫീസിൻ്റെയും തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു. ഇനി അടുത്ത പരിപാടികളിലേക്ക് കടക്കണം. ചെറിയ കാറ്റുണ്ട് ഇപ്പോഴും കേട്ടോ. നല്ലൊരു കൂൾ ക്ലൈമറ്റാണ്. ചെറിയ ചൂടുണ്ട്. നമുക്ക് പിന്നെ ചൂടത്ര വിഷയമല്ലല്ലോ. എനിക്ക് തണുപ്പാണ് ഏറ്റവും വിഷയം. നമ്മുടെ കതവിൻ്റെ ലോക്കിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. പുതിയ ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ ലോക്ക് ഓൾറെഡി കേടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കഥ കടച്ചപ്പോൾ അതിൻ്റെ കള്ളൻ വീണിട്ട് തുറക്കാൻ വയ്യായിരുന്നു. രാത്രി പിന്നെ എന്തോ ചെയ്തിട്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് തുറന്ന് സാധനമൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുക. പിന്നെ എന്തായാലും കാർപ്പൻറ്റേഴ്സ് വന്ന് അത് മാറ്റി റെഡിയാക്കി തരും. ഉള്ള തുണി എന്തായാലും കഴുകാൻ ഇടുകയാണ്. അങ്കു സ്വിമ്മിങ്ങിനൊക്കെ പോകുന്നതുകൊണ്ട് അതെന്തായാലും എന്നും കാണും. അപ്പോൾ കുറച്ച് യൂണിഫോമും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിട്ടിലങ്ങ് കഴുകിയെടുക്കും. ഉണങ്ങാനും ഇപ്പോൾ പാടില്ലല്ലോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി വന്നിട്ട് ആ മാവങ്ങ് ആട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പൊങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ 2ആയിട്ടാണ് വെക്കുന്നത്. കാരണം ഒരു സെറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പിന്നെ ആയാലും എടുക്കാമല്ലോ. കുറച്ചധികം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലത്തേക്ക് ഒരു വേറെ പാത്രത്തിലും എടുത്തു വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ, അതും കൂടെ അങ്ങ് കഴുകി വെക്കുകയാണ്. അപ്പോൾ അടുക്കള എന്തായാലും അങ്ങ് ഒതുങ്ങുമല്ലോ. അപ്പോൾ ബാക്കി കുറച്ച് ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്തതിന് ശേഷം പിന്നെ ലഞ്ചൊക്കെ വന്ന് ഉണ്ടാക്കിയാൽ മതി. കുറച്ച് ചിക്കൻ ഞാൻ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ബോൺലെസ് ഉള്ളത് എടുത്ത് വെച്ച് ഐസ് മാറിയതിന് ശേഷം പുരട്ടി വെക്കുന്നത്. പിന്നെ വറുത്തെടുക്കാം. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അതൊരു മാജിക് ആട്ടോ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലേ. അപ്പം മെയ്ഡ് വന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ ചിക്കൻ അങ്ങ് വറുത്ത് വെക്കുക. അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. ആ ഒരു സ്റ്റിഫാവും, കുറച്ചും കൂടി ഒരു കട്ടി കിട്ടും. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ പെട്ടെന്ന് പറ്റും. അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ.
നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ കറിവേപ്പില ഉള്ളതുകൊണ്ട് അടുക്കി പിടിക്കത്തേ ഇല്ല. കുറേ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മുറിഞ്ഞ് വന്നപ്പോൾ മെല്ലെ തിരിച്ചിട്ടു. എണ്ണയിലുണ്ടാക്കുന്ന ഏത് സാധനമാണെങ്കിലും നമുക്ക് കുറച്ച് ക്ഷമ വേണം. ചിക്കൻ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പോയി തുണി അങ്ങ് വിരിച്ചിടുക. ഇന്ന് ലഞ്ചിന് ഒരു 1 pot മീലാട്ടോ. 1 pot മീലിന് ഞാൻ ഉദ്ദേശിച്ചത് കുക്കറിൽ എല്ലാ പച്ചക്കറിയും കൂടെ ഇട്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണി. എന്തായാലും തുണി വിരിച്ചതിന് ശേഷം നമ്മുടെ ബിരിയാണിയിലേക്ക് കടന്നു കേട്ടോ. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, കുറച്ച് ബീൻസ് ഇതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഈ കുക്കറാണ് എനിക്ക് എപ്പോഴും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഈസി. എനിക്കൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കേട്ടോ. അപ്പോൾ ഞാനിതാണ് എടുത്തത്. കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു. പിന്നെ സവാള വഴറ്റി ഓരോരോ പച്ചക്കറികൾ എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. പിന്നെ തക്കാളി ഒരുവിധം ഒന്ന് വഴണ്ട് വന്നപ്പോൾ അരമണിക്കൂർ ഈ പച്ചക്കറിയൊക്കെ അരിയുന്ന ആ സമയം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഒന്ന് ഊറ്റിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇരട്ടി വെള്ളം അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ ആവിയൊക്കെ മാറിയിട്ട് ദേ തുറന്ന് നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നു. ഞാൻ സോനാ മസൂരിയുടെ അരിയാണ് എടുത്ത കേട്ടോ, ബസ്മതി അല്ല. കുക്കറിൽ എപ്പോഴും ഈ അരിയ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കൂടെ തൈരും. അങ്കു സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷനും കഴിഞ്ഞിട്ട് ബാഡ്മിൻ്റൺ ക്ലാസ്സിന് പോവുക. അപ്പോൾ ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ടാണ് ഇന്ന് സ്വിമ്മിങ്ങിന് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് പോവുക. അവന് സമയം ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്കു പോയതിന് ശേഷം ഞാൻ കുറച്ച് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിരുന്നേ. അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. അത് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും ഏലക്കാപ്പൊടിയും കുറച്ച് ഗോതമ്പ് മാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് ഞെവിടിയെടുക്കുക. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബനാന ഗുൾഗുളയാണ്. ഞാൻ ഗുൾഗുള നേരത്തെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ മാവിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കടായി വെച്ചു. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഉരുട്ടി ഇതേ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. ബനാന ഗുൾഗുള റെഡി. മെല്ലെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ എണ്ണയിൽ എന്തുണ്ടാക്കുമ്പോഴും കുറച്ച് ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും. നമ്മുടെ ബനാന ഗുൾഗുള റെഡി ആയിട്ടുണ്ട്. മെല്ലെ കോരി മാറ്റാം കേട്ടോ. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇത് ഒരു ദിവസം ഇരിക്കും, പിറ്റേ ദിവസം രാവിലെയും നല്ല ടേസ്റ്റ് ആകും. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയായ തുണി മടക്കലിലേക്ക് പോവുകയാണ്. അതും കൂടെ മടക്കി വെച്ച സമാധാനമായിട്ട് നടക്കാൻ പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹർഷ ഉള്ളതുകൊണ്ട് നടത്തേക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരു മനസ്സമാധാനത്തോടു കൂടി പോകാമെന്ന് വെച്ചിട്ട് തുണി എന്തായാലും അങ്ങ് മടക്കി വെച്ചു. അങ്കുവിനിപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്രയും ഓടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ക്ഷീണമൊക്കെ വരും. പിന്നെ ഉറക്കവും കുറച്ച് കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കും. പറ്റുന്നതൊക്കെ മാക്സിമം ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ നോക്കും. ഇതേ തേച്ച് കൊണ്ടുവന്ന തുണിയും കൂടെ അങ്ങ് വെക്കുകയാണ്. മനസ്സമാധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നടക്കാൻ പോവാമല്ലോ. രാഖിക്ക് യൂണിഫോം ഷർട്ട് അല്ലാതെ വൈറ്റും ബ്ലാക്കും ടീഷർട്ടും ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ഒരു വൈറ്റ് ഷർട്ടും ഉണ്ട്. ഇതൊക്കെ ഓരോ ദിവസങ്ങളുണ്ട് അവർക്ക് ഇട്ടുകൊണ്ട് പോകാൻ. അതിനനുസരിച്ച് എല്ലാ എംപ്ലോയീസും അങ്ങനെ ഇട്ടുകൊണ്ട് പോകണം. ഇതേ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റ് മാവ് ഇതേ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക. അടുത്ത സെറ്റിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി വെക്കാം. മാവ് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടും ഉപ്പിടാതെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഇരിക്കുന്ന കേട്ടോ. ഞാൻ ദേ മാറ്റി വെച്ചിരുന്നു. നമ്മുടെ ഇഡ്ഡലിക്ക് ഞാൻ സെപ്പറേറ്റ് വെച്ചിരുന്നല്ലോ. അതിലേക്ക് ഉപ്പിട്ടിട്ട് ഇഡ്ഡലിക്ക് കോരി ഒഴിക്കുക. ഒരു 10-14 ഇഡ്ഡലി ഞങ്ങൾക്ക് അത് മതിയാവും. ഇഡ്ഡലിയും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നങ്ങ് കഴിക്കാമല്ലോ. രാഖിയും വിശന്നായിരിക്കും വരുന്നത്. ചിലപ്പോൾ 7:30-8 മണിയാവും രാഖിയെ വരാൻ. പിന്നെ വന്നു കഴിഞ്ഞൊന്ന് ഫ്രഷായി 8-8:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തായാലും ഡിന്നർ കഴിക്കും. എനിക്ക് ഇഡ്ഡലിയുടെ നല്ലെണ്ണയിൽ കുഴച്ച പൊടിയാണ് ഇഷ്ടം കേട്ടോ. രാഖയ്ക്കും അങ്കുവിനും വെളുത്തുള്ളി ചട്നിയും കൂടെ അരച്ച് വെച്ചു. തേങ്ങയിൽ വെളുത്തുള്ളിയും മുളക് പൊടിയും കറിവേപ്പിലയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതേ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അങ്കുവിന് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളും കൂടെ കൊടുക്കണമെന്ന്. അതിനായിട്ട് ഞാൻ ഒരു പഴം എടുത്ത് കുറച്ച് ബൂസ്റ്റും പഞ്ചസാര ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ടിയാക്കിയ പാലും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്, ഒരു സ്മൂത്തി ആയിട്ട്. ചെറിയ തണുപ്പോടുകൂടി തന്നെ ഒരു ഗ്ലാസ്സിൽ ഞാനങ്ങ് അവന് ഒഴിച്ചു കൊടുക്കുക. കാരണം ചൂടും കൂടെ അല്ലേ, കുടിക്കുമ്പോൾ ഒരു ആശ്വാസവും കിട്ടും. പിന്നെ കുറച്ച് ഹെൽത്തൊക്കെ വേണ്ടേ. അങ്ങനെ ഞാനും ഹർഷയും കൂടെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് നടക്കാനായിട്ട്. ഇവിടെ ക്രിക്കറ്റിൻ്റെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. പിന്നെ IPL എന്ന് പറഞ്ഞ് നമ്മുടെ കമ്പനിയുടെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അത് കുറച്ച് വലിയ രീതിയിൽ തന്നെയാണ് നടത്തുന്നത് അവർ. അവരും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്താണത്. ഞാനും ഹർഷയും പിന്നെ കുറച്ച് അതൊക്കെ നോക്കി നിന്നു. ഇതിനി 1 മാസം ഉണ്ട്.
മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.